പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനഘയുടെ വായൊക്കെ പൊത്തിപ്പിടിക്കുന്ന സമയത്ത് അനഘയുടെ ബോധം പോവുകയാണ്. അങ്ങനെയാണ് അനഘേനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് നേരെ ഐസിയുൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ കയറ്റുന്നത്. പിന്നീട് അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും പൾസൊക്കെ നോക്കിയിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. മരിച്ചു എന്ന് ഉറപ്പ് തന്നെയാണ്. അപ്പോൾ അതൊന്നും കൂടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് പറയും. അപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ ആ കിളവനെ വിളിച്ചിട്ട് കാര്യം പറയുമെന്ന് പറയും. അങ്ങനെയാണ് കേട്ടോ മുത്തശ്ശനെ വിളിച്ചിട്ട് അനഘ അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, ക്രിട്ടിക്കലാണെന്നൊക്കെ പറയുന്നതും മുത്തശ്ശനോട് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വരാനായിട്ട് പറയുന്നതും. പിന്നീട് ഡോക്ടറോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അനഘേനെ നോക്കിയിട്ട് ഡോക്ടർ ഐസിയുൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങുമ്പോൾ അനഘേനോട് ഡോക്ടറോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവർ അനഘയ്ക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നേരിയൊരു ചലനം മാത്രമേ ഉള്ളൂ. ആ കുട്ടിക്ക് നന്നായിട്ട് അറിയായിരുന്നു ആ കുട്ടിയുടെ ആയുസ് തീരാറായി എന്നുള്ളത്. ഞങ്ങൾ ലാസ്റ്റ് കണ്ട് സംസാരിച്ചപ്പോഴും ആ കുട്ടി അതുപോലെ തന്നെയാണ് സംസാരിച്ചതെന്ന് പറയും. പിന്നീട് അനഘയുടെ കുട്ടീനെ കുറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ മോളാണെങ്കിൽ അമ്മേനെ കാണാനില്ലാതെ കരച്ചിലാണെന്ന് പറയട്ടെ. അപ്പോൾ പാവം എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് അബിസാറിനെ വിളിച്ചിട്ട് ഈ കാര്യമൊക്കെ പറയണ്ടേന്ന് പറയുമ്പോൾ ഇപ്പോൾ വേണ്ട, എന്തായാലും അവൾക്ക് നേരിയൊരു ചലനം ഉണ്ട് എന്നല്ലേ പറഞ്ഞത്. നമ്മൾ അബിസാറിനെ വിളിച്ചിട്ട് അനഘ മരിച്ചു എന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ഇനിയിപ്പോൾ മൂർത്തി സാറൊക്കെ വന്നിട്ട് നമുക്ക് അറിയിക്കാം എന്ന് പറയാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അബി അവിടെ നിന്നിട്ട് ഓർക്കുന്നതായിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നീട് അതുപോലെ തന്നെ ആദർശിൻ്റെ അനഘയുടെയും ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് മുത്തശ്ശനെയും ആദർശിനെയും കാണിക്കാൻ വേണ്ടിയിട്ട് അബി ഏർപ്പാടാക്കിയിട്ടുള്ള ആ രണ്ടുപേരോടും ഇങ്ങനെ കൊണ്ടിങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അബി. അങ്ങനെ സാറേ ഇതൊന്ന് നോക്കുമെന്ന് പറഞ്ഞിട്ട് അവരെന്നെ അത് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു ആ ഫോട്ടോ കാണുന്ന സമയത്ത് ആദർശനും അതുപോലെ തന്നെ മുത്തശ്ശനും ഒക്കെ ആകെ ഒരു ഷോക്കാവുന്നുണ്ട്. അപ്പോൾ എന്താ ഇതെന്ന് ഇങ്ങനെ മുത്തശ്ശൻ ആദർശനോട് ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയും എനിക്കൊന്നും അറിയില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല, പിന്നീട് ആദർശ് ആണെങ്കിലും അവരോട് ചോദിക്കുന്നുണ്ടായിരുന്നു ആ പെൺകുട്ടി ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ സാറിൻ്റെ കൂടെ നിൽക്കുന്ന പെൺകുട്ടി ഏതാണെന്ന് സാറിന് അറിയില്ലേ, ഇതാണ് അനഘ, ആ മോളുടെ കുഞ്ഞാണ് ഈ ഇരിക്കുന്ന ചാന്ദിനി എന്ന് പറഞ്ഞിട്ടുള്ള മോള്, ഞങ്ങളൊക്കെ ചന്തു എന്ന് വിളിക്കുന്ന മോള് എന്ന് പറയട്ടോ. പിന്നീട് അവരാണെങ്കിലും മുത്തശ്ശനോട് പറയുന്നുണ്ടായിരുന്നു, മൂർത്തി സാറിനോട് ഞങ്ങൾക്കൊരു ബഹുമാനമൊക്കെ ഉണ്ട്, പക്ഷേ സാറിൻ്റെ കൊച്ചുമോനിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രവൃത്തി ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതുവരെ ഞങ്ങളിതൊക്കെ പുറത്ത് പറയാതിരുന്നത് സാറിൻ്റെ ഈ നാട്ടിലുള്ള നിലയും വിലയൊക്കെ ഓർത്ത് മാത്രമാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇങ്ങനെ ചന്തുമോക്ക് ആരും ഇല്ലല്ലോ, അനഘി മരിച്ചു കഴിഞ്ഞില്ലേ, അതുകൊണ്ട് ഇങ്ങനെ ചന്തുമോളെ ഏറ്റെടുക്കണം എന്ന് തന്നെയാണ് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ അനാഥയായിട്ടുള്ളൊരു കുട്ടിക്ക് ഇങ്ങനെ ബന്ധുക്കളുണ്ടെങ്കിൽ അവരാണ് ആ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടത്. ഇനിയിപ്പോൾ അവരാരും നോക്കാനില്ലെങ്കിൽ അതുപോലെ തന്നെ മൂർത്തീസ് ജ്വല്ലറി ഒരുപാട് അനാഥ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് സഹായം ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഈ കുട്ടിക്കും എന്താ വേണ്ടതെന്ന് വെച്ച് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. അല്ലാതെ ഈ കുട്ടിയുടെ പിതൃത്വം ഏറ്റെടുക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല, ഈ കുഞ്ഞ് എൻ്റേതല്ല എന്ന് തന്നെ ആദർശ് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സാറ് വെറുതെ ഇവിടെ ഒരു സീൻ ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പറയുകയാണ്. അപ്പോൾ ആദർശാണെങ്കിലും ഇങ്ങനെ പറയുന്ന സമയത്ത് സാറ് ഇവിടെ വന്ന് പോയതിൻ്റെ തെളിവൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറയുമ്പോൾ എന്ത് തെളിവാടാ ഉള്ളതെന്നൊക്കെ ചോദിച്ചിട്ട് ആദർശാണെങ്കിലും അവരുടെ ഷർട്ടിനൊക്കെ കുത്തിപ്പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മുത്തശ്ശൻ വേണ്ട എന്ന് പറയുകയാണ് കേട്ടോ. മുത്തശ്ശനും ആദർശിൻ്റെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. എന്നെക്കാളും വിശ്വാസമാണ് എനിക്ക് എൻ്റെ കൊച്ചുമോന്, അതുകൊണ്ട് അവൻ പറയുന്നത് ഞാൻ വിശ്വസിക്കുള്ളൂ. അപ്പോൾ നിങ്ങളൊരു ഇങ്ങനെ കള്ളക്കഥ ഉണ്ടാക്കി എന്ന് വെച്ചിട്ട് ഞങ്ങളാരും അത് വിശ്വസിക്കാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ആണ് കാര്യങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളത് തെളിയിക്ക് എന്ന് പറയുന്നുണ്ടായിരുന്നു മുത്തശ്ശനാണെങ്കിലും അവരോട്. അപ്പോൾ എന്തായാലും പിന്നീട് മുത്തശ്ശൻ അവരെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടായിരുന്നു. പിന്നീട് അതിൻ്റെ ഇടയിൽ കൂടെ അബി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെയൊക്കെ തിരക്കഥ എഴുതി തന്നിട്ട് പറയണമെന്ന് പറഞ്ഞത് അവളാണോ എന്നും കൂടി ചോദിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ മുത്തശ്ശൻ വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് അബിനെയും ആദർശിനെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പുറത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് അവർ രണ്ടുപേരും കൂടെ അബി ഏർപ്പാടാക്കിയിട്ടുള്ള രണ്ടുപേരും കൂടെ പിറകെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ സാറിന് അറിയാലോ സാറിൻ്റെ ഈ നാട്ടിലെ നിലയും വിലയും, സാറിനെ ഈ നാട്ടിൽ മാത്രമല്ല മറുനാട്ടിലും ഒക്കെ അറിയുന്നവരാണുള്ളത്. അപ്പോൾ ഇങ്ങനൊരു കാര്യം പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ നാണക്കേടാവും എന്ന് പറയുകയാണ് കേട്ടോ. പിന്നീട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചർച്ച തന്നെയാവും എന്ന് പറയുകയാണ്. അതുകൊണ്ട് കുഞ്ഞിനെ ഏറ്റെടുക്കണം എന്ന് തന്നെയാണ് കേട്ടോ അവരിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ ഭീഷണിയാണോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റിയാന്ന് വെച്ചാൽ ചെയ്തോ, ഞങ്ങൾക്കതൊന്നും ഒരു കുഴപ്പമില്ല, ഞങ്ങൾ സത്യസന്ധതയോടുകൂടി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഇനിയിപ്പോൾ ബിസിനസ് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നേ. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് അവർ തിരിച്ചു പോരാനായിട്ട് തുടങ്ങുമ്പോൾ ചന്തുമോളാണെങ്കിലും അവിടെ നിന്ന് അങ്ങ് ഓടി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അച്ഛ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവല്ലേ, ഞാനും കൂടെ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ആദർശിൻ്റെ കയ്യിലാണ് കേട്ടോ പിടിക്കുന്നത്. അതും കൂടെ കാണുമ്പോൾ മുത്തശ്ശനാകെ സങ്കടമാവുന്നുണ്ടായിരുന്നു. അപ്പോൾ മുത്തശ്ശനാണെങ്കിലും ചന്തുമോളെ ഇങ്ങ് എടുക്കുകയാണ് കേട്ടോ. കുഞ്ഞുങ്ങളുടെ കരച്ചിൽ എനിക്ക് ഇങ്ങനെ കൂടുതൽ കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ട് മാത്രമാണ് ഞങ്ങളിപ്പോൾ ഈ മോളെ കൊണ്ടുപോകുന്നത്, അല്ലാതെ നിങ്ങളുടെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങിയിട്ടൊന്നുമല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ സത്യം തെളിയുന്നവരെ മാത്രമേ കുഞ്ഞ്
ഞങ്ങളുടെ കൂടെ അവിടെ അനന്തപുരിയിൽ ജീവിക്കുള്ളൂ എന്നും കൂടെ പറയുന്നുണ്ടായിരുന്നു അവരോട്. അപ്പോൾ അബിക്കാണെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ ഉള്ളിൽ നല്ല സന്തോഷമുണ്ട്. അബിയുടെ കള്ളത്തരം പൊളിയാതെ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ. അപ്പോൾ അതിന് നന്നായിട്ട് അബി കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദർശാണെങ്കിലും കുഞ്ഞിൻ്റെ അച്ഛൻ ആരാന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പല മാർഗ്ഗങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നോക്കിയാൽ പോരെ എന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, നിൻ്റെ മുഖത്ത് ചെളി വാരി എറിയാൻ നോക്കുന്നവരുടെ മുന്നിൽ ഇപ്പോൾ നമുക്ക് മുന്നിൽ ഇതേ ഒരു വഴിയുള്ളൂ, നമുക്ക് കുഞ്ഞിനെ കൊണ്ടുപോകാമെന്ന് പറയുകയാണ്. ഇനിയിപ്പോൾ ആരും കൂടുതലൊന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ട് അവർ കുഞ്ഞിനെയും കൊണ്ട് പോകാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അബിയാണെങ്കിലും മുത്തശ്ശൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി എടുക്കുന്നുണ്ട്. പിന്നീട് അവർ രണ്ടുപേരും കൂടെ അബി ഏർപ്പാടാക്കിയിട്ടുള്ള രണ്ടുപേരും കൂടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. പെണ്ണിൻ്റെ ഇതൊക്കെ കഴിഞ്ഞിട്ട്, ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞിനെ വിട്ടുകൊടുത്താൽ പോരായിരുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ എന്തായാലും അവൾ മരിച്ചുപോയി, ഇനിയിപ്പോൾ കുഞ്ഞിനെ അവർ കൊണ്ടുപോയാൽ എന്താ, ഇനിയിപ്പോൾ അവളെ കൊണ്ടുപോയി കത്തിക്കണം, അത്രയേ ഉള്ളൂ, അത് കഴിഞ്ഞിട്ട് നമുക്ക് പൈസ കണക്ക് പറഞ്ഞ് മേടിക്കണം എന്നൊക്കെയാണ് കേട്ടോ അവർ പറയുന്നത്. പിന്നീട് ആദർശാണെങ്കിലും വണ്ടിയിൽ കയറിയിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ നയനയോടും അമ്മേനോടൊക്കെ എന്ത് പറയും, എൻ്റെ നിരപരാധിത്വം ഞാൻ എങ്ങനെ തെളിയിക്കും മുത്തശ്ശ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശനാണെങ്കിലും ആകെ ടെൻഷനാണ് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ ഓർത്ത്. പിന്നീട് കുറച്ചങ്ങ് പോയി കഴിയുമ്പോൾ അബി പറയുന്നുണ്ടായിരുന്നു, ആദർശേട്ടാ ഒന്ന് വണ്ടി നിർത്തുമെന്ന് പറയും കേട്ടോ. അപ്പോൾ എന്തിനാന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അവർ. അപ്പോൾ ഒന്ന് നിർത്തുക ആദർശേട്ടാ എന്ന് പറയും. പിന്നീട് കുഞ്ഞിനോട് വണ്ടിയിലിരിക്കെ ഞങ്ങളിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ അവിടെ സീറ്റിലിരുത്തിയിട്ട് അവർ 3 പേരും കൂടെ പുറത്തിറങ്ങി നിന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയൊക്കെ ഈ ഒരു ചർച്ച ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കും നമ്മുടെ കുടുംബത്തിനും അതുപോലെ തന്നെ നമ്മുടെ കമ്പനിക്കൊക്കെ ഭയങ്കര നാണക്കേട് തന്നെയാണ്. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാമെന്ന് പറഞ്ഞിട്ട് അബി പറയുന്നുണ്ടായിരുന്നു, ഈ കുഞ്ഞ് എൻ്റേതാണെന്ന് പറയാം, എൻ്റെ മുൻകാലത്തെ പ്രവൃത്തിയൊക്കെ നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം അറിയുന്നതുകൊണ്ട് ഇതിങ്ങനെ അവർക്ക് വലിയ അത്ഭുതമായിട്ടൊന്നും തോന്നില്ല, അതുകൊണ്ട് ആർക്കൊരു കുഴപ്പമുണ്ടാവില്ല, അതുകൊണ്ട് ഈ കുഞ്ഞ് എൻ്റേതാണെന്ന് പറയാം എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നീ എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ത്യാഗം ചെയ്യേണ്ടെന്നൊക്കെ ആദർശ് പറയുന്നുണ്ടെങ്കിലും പിന്നീട് അബി പറയുന്നതിലും കാര്യമുണ്ടെന്ന് മുത്തശ്ശന് മനസ്സിലായതുകൊണ്ട് തന്നെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ടായിരുന്നു, നിൻ്റെ ഏട്ടന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ത്യാഗം ചെയ്യാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ മനസ്സുണ്ടെന്ന് അബി പറയുകയാണ് കേട്ടോ. ഞാനിപ്പോൾ പഴയ അബിയൊന്നുമല്ല, അത് നവ്യ പോലും സമ്മതിക്കുന്നുണ്ട്, എൻ്റെ അമ്മയ്ക്കാണ് ഒരു മാറ്റം ഇല്ലാത്തത്, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം തന്നെ ചെയ്യാം, ഈ കുഞ്ഞ് എൻ്റേതാണെന്ന് പറയാം, അതുകൊണ്ട് ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല, എൻ്റെ മുൻകാലത്തെ പ്രവൃത്തിയൊക്കെ അങ്ങനെ ഉള്ളതായിരുന്നല്ലോ, അതുകൊണ്ട് അത് നാട്ടുകാർക്കും വീട്ടുകാർക്കൊക്കെ അറിയുന്നതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല നമ്മുടെ കമ്പനിക്കും നമ്മുടെ കുടുംബത്തിനൊന്നും. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശനാണെങ്കിലും വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അതങ്ങ് സമ്മതിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് മുത്തശ്ശൻ പറയുകയാണ്, കുഞ്ഞിൻ്റെ മനസ്സിൽ ഇങ്ങനെ അവളുടെ അച്ഛനായിട്ട് ആദർശിൻ്റെ മുഖമാണ് പതിഞ്ഞിരിക്കുന്നത്, ഇനിയിപ്പോൾ അത് മാറ്റി പറയാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ അതൊക്കെ നമുക്ക് മാറ്റി പറയാം, അവളുടെ അമ്മയ്ക്കൊരു തെറ്റ് പറ്റിയതാണ്, കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനാണെന്ന് അവളോട് പറയാം എന്ന് അബി പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദർശിന് അതിനോട് വലിയ താല്പര്യമില്ല, നമുക്ക് സത്യം തെളിയിച്ചാൽ പോരെ, ആ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാന്ന് കണ്ടുപിടിക്കാൻ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ടല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ സത്യം തെളിയിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു വാർത്ത വന്നാൽ സോഷ്യൽ മീഡിയ അത് കുറേ ദിവസമായിട്ട് അലക്കും, പിന്നീട് നമ്മൾ സത്യം തെളിയുന്നവരെ കാത്തിരുന്നാലും ചിലപ്പോൾ നമ്മുടെ പണക്കൊഴുപ്പ് കൊണ്ട് അത് അങ്ങനെ ആക്കിയെടുത്താണെന്ന് വരെ അവർ പറയും എന്ന് പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് അബി പറഞ്ഞതല്ലാതെ വേറൊരു മാർഗ്ഗം അവരുടെ മുന്നിലില്ലാത്തതുകൊണ്ട് മുത്തശ്ശനും അതങ്ങനെ തന്നെ ആവട്ടെ എന്നങ്ങ് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് അവർ വന്ന് വണ്ടിയിൽ കയറുകയാണ്. അതിനുശേഷം അബിയാണെങ്കിലും ആ കുഞ്ഞിനോട് പറയുന്നുണ്ടായിരുന്നു, മോളുടെ അച്ഛൻ ഞാനാണെന്ന് പറയും കേട്ടോ. അപ്പോൾ കുട്ടി ആദർശിനെ നോക്കിയിട്ട് പറയുന്നുണ്ടായിരുന്നു, അല്ല ഇതാണ് എൻ്റെ അച്ഛൻ എന്ന് പറയും. അപ്പോൾ അബി പറയുന്നുണ്ടായിരുന്നു, അല്ല മോളെ, മോളുടെ അച്ഛൻ ഞാനാണ്, മോളുടെ അമ്മയ്ക്കൊരു തെറ്റ് പറ്റിയതാണ് എന്ന് പറയും കേട്ടോ. പിന്നീട് മോൾക്ക് വിശക്കുന്നുണ്ടോ എന്നൊക്കെ അബി ചോദിക്കുമ്പോൾ ആ വിശക്കുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് നല്ലൊരു ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് പറയുകയാണ്. അപ്പോൾ മുത്തശ്ശനാണെങ്കിലും അനഘയുടെ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി ഇനി വീട്ടിലേക്ക്, ശ്മശാനത്തിലേക്ക് വണ്ടി വിടാനായിട്ട് പറയുകയാണ് കേട്ടോ. അപ്പോൾ അബിയും പറയുന്നുണ്ടായിരുന്നു, ഞാനതങ്ങ് പറയാനിരിക്കുകയായിരുന്നു മുത്തശ്ശനോട് എന്ന്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇനിയും നമ്മൾ അവിടെ പോയൊരു സീൻ ഉണ്ടാക്കണമെന്ന് ചോദിക്കും. അപ്പോൾ ഇനി എന്ത് സീൻ ഉണ്ടാവാനാ, കുട്ടീനെ നമ്മൾ ഏറ്റെടുത്തില്ലേ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് വണ്ടി അങ്ങോട്ട് വിടാനായിട്ട് പറയുകയാണ്. പിന്നീട് ഗോവിന്ദനും കനകയും കൂടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഗോവിന്ദൻ്റെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് നവ്യ വന്നിട്ട് ഇങ്ങനെ പെയിൻ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ എന്നിട്ട് എന്താ മോള് നേരത്തെ പറയാതിരുന്നത്, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയുമ്പോൾ അത് വേണ്ട, ഇനിയിപ്പോൾ പെയിൻ കൂടുകയാണെങ്കിൽ അബീനെ വിളിച്ചിട്ട് പോവാം എന്ന് പറയുകയാണ്. അബീനെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങൾ കൊണ്ടുപോകാൻ മോളെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗോവിന്ദനാണെങ്കിലും കനക സംഭാരം കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു കുടിക്കാൻ. അപ്പോൾ അത് നവിക്ക് അങ്ങ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗോവിന്ദൻ കുടിക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ നവിക്കാണെങ്കിലും നല്ല പെയിൻ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. നവിയാണെങ്കിലും സോഫയിൽ അങ്ങ് ചാരി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ കനകയാണെങ്കിലും നവിയുടെ തലയിൽ ഇങ്ങനെ തലോടൊന്നും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ച്